കാലം ഒരുപാടായി നീ ഒരു മോഹമായി മനസ്സിൽ കയറിയിട്ട്. അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിൽ നിന്ന് അതൊരു സുഖമല്ലല്ലോ എന്ന് കരുതി മാറി നിന്നതാ. പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? പണമായിട്ടോ അതോ പറമ്പോ പാടമോ? എത്ര ഏക്കർ വേണം? ഒരു നിർബന്ധമേ ഉള്ളൂ, ഞാൻ മടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ. ശേഖര, അസമയത്തൊന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തരം കണ്ടിട്ടല്ല, എന്റെ മാന്യത. മുഖം കറുത്ത് എന്തെങ്കിലും പറയാൻ ഇടവരുത്താതെ പോവാൻ നോക്ക്. വേണ്ട, നാട്യമൊന്നും എന്റെ അടുത്ത് വേണ്ട. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഈ ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം. അതിന് യോഗ്യം ഞാൻ തന്നെ ഉള്ളൂ. യോഗ്യത? നീലകണ്ഠന്റെയും നിന്റെയും പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖര. ഞാൻ വഴങ്ങിയിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ. തേടി വന്നതല്ല, ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു. ഒടുവിൽ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായാവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ. ദുരുദ്ദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഈ നിലയിൽ 2 കാലം നിവർന്നു നിൽക്കാൻ കഴിയാത്തന്റെ വീരം പറയുന്നു. ചത്താലം തീരില്ലേ അവന്റെ മഹത്വം? ഓർമ്മ വെച്ച നാള് തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട്. കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തിൽ മുങ്ങാങ്കുഴിയിടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു. ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ്. ഇല്ല, അവന്റെ നാശം, ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീ അടക്കമുള്ള എല്ലാവർക്കും. ഇനി എനിക്കത് വ്രതമാണ്. നോക്കിയോ? വൈദ്യരെ, വല്ല ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ, അതോ പോക്ക് തന്നെയാണോ? ആദ്യം വേണ്ടത് വിശ്വാസ. വൈദ്യത്തിലും വൈദ്യനിലും. എനിക്കൊന്നിലും വിശ്വാസമില്ല. അത് വേണം. മനസ്സും കൂടെ മരുന്നിന്റെ ഒപ്പം പ്രവർത്തിക്കണം. ആദ്യം ഈ നിരാശ അങ്ങോട്ട് മാറ്റുക. ഞാൻ എപ്പോഴും പറയാറില്ലേ, താൻ പ്രസംഗിക്കണ്ട. തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങള്. അതെ, എന്നെ തിന്നാൻ വന്നോളൂ. ആരാ അത്? നീലാണ്ട, ഞാനാടാ ശേഖരൻ. നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനായത്. ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും. എന്നിട്ട് ഇഞ്ചിഞ്ചായി. ഇല്ല, കൊല്ലില്ല. പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം? ചികിത്സ നടക്കട്ടെ, ഞാൻ കാത്തിരിക്കാം. 2 കാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും. നീ എന്താടോ ഒന്നും മിണ്ടാത്തത്? എന്താടോ കളവോ തന്റെ മുഖത്തൊരു കടുപ്പം? എന്നെ അങ്ങ് കടിച്ചു കയറി കളയുമെന്ന് തോന്നുന്നുണ്ടോ? കണ്ടാ നിർത്തടാ ചറ്റേ. ഓ, അപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിയിട്ടില്ലല്ലേ? ഇല്ലടാ നായിന്റെ മോനെ. കിടക്കടാ, ഉണക്കാണ്ട് കിടക്ക്. ഓ, ഇയാളോ? മരണം 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 ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിരാശയോ അതോ ഈ കിടപ്പ് കാണുമ്പോഴുള്ള സന്തോഷോ? എന്താ ഇപ്പൊ മനസ്സിലെ? രണ്ടായാലും ജയം തന്നെ. നീലകണ്ഠന്റെ മേൽ ജയം. കുറച്ചുകൂടെ അടുത്തേക്ക് വരാം, വേണമെങ്കിൽ ഒന്ന് കാറ് തുപ്പാം. എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ? സത്യമല്ലേ പറഞ്ഞുള്ളൂ വാര്യരെ. നീലകണ്ഠൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ
മുന്നിലല്ലേ ഈ കുട്ടി. ഞാൻ പോകുന്നു വാര്യമാവ. വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. ചികിത്സ നടക്കുന്നു. തെറി കേട്ടാലും പത്യം തെറ്റിക്കാതെ ഞാൻ കൊണ്ടുപോണു. ഇപ്പോഴാണല്ലോ എനിക്ക് അനുസരിപ്പിക്കാൻ കഴിയണത്. മുറിവുകളൊക്കെ കുറച്ച് ഭേദമായതായിരുന്നു. പക്ഷേ ഇന്ന് പിന്നെയും. എന്നോടൊരു വാക്ക് ചോദിക്കാതെ നീ എന്തിനവിടെ പോയി? മുമ്പ് അവിടെ പോയിട്ടുള്ളതെല്ലാം അച്ഛന്റെ ഇഷ്ടത്തിനായിരുന്നല്ലോ. ഇപ്പോ എന്റെ ഇഷ്ടത്തിനും കൂടി പോണം തോന്നി. ഭാനു, പ്രായം തികഞ്ഞ ഒരു പെണ്ണാണ് നീ. ആ ആഭാസൻ പ്രായം ചെന്ന 2 പെൺകുട്ടികളെയും കൊണ്ട് അച്ഛൻ ഈ പറയുന്ന ആഭാസന്റെ അവിടെ പാർക്കാൻ ചെന്നിരുന്നു. എന്നിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ തീരെ ഭയക്കണ്ട. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ ഇന്ന്. തർക്കുത്തരം വേണ്ട. അച്ഛൻ എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ മാറാൻ? പോയി കണ്ട് വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് അച്ഛനല്ലേ? അച്ഛനല്ലേ അയാളുടെ ഔദാര്യങ്ങൾ പറ്റിയിട്ടുള്ളത്? ഉണ്ട ചോറിനുള്ള നന്ദി അതെങ്കിലും കാട്ടണ്ടേ അച്ഛാ. വേറൊരുത്തന്റെ ഔദാര്യത്തില് ഇപ്പൊ 3 നേരം സുഭിക്ഷയായിട്ട് കഴിയാന്ന് വന്നപ്പോ എല്ലാം മറന്നു. മതി പ്രസംഗിച്ചത്. ഇനി ഞാൻ അറിയാതെ നീ എവിടെ പോകരുത്, മനസ്സിലായോ? ആ അച്യുതൻ എങ്ങാനിത് അറിഞ്ഞാൽ പിന്നെ എങ്ങനെ ഞാൻ അവന്റെ മുഖത്ത് നോക്കും? ഇനി പോണെന്ന് കരുതിയതല്ല. പക്ഷേ അച്ഛൻ വാശിയിലാണെങ്കില് ഞാൻ പോവും. അതിന്റെ പേരിൽ ആരുടെങ്കിലും മുഖത്ത് നോക്കാൻ അച്ഛന് വിഷമം ഉണ്ടെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഞാൻ പോവും. താനോ? താൻ വരരുതായിരുന്നു. അച്ഛനെ മുഷ്ടിലുണ്ടാക്കി. എന്തിനാ? അതുകൊണ്ട് എന്താ കാര്യം? എന്തിന്? എന്ത് കാര്യത്തിന്? ഒന്നും ചിന്തിച്ചില്ല. വരണമെന്ന് തോന്നി വന്നു. ഇഷ്ടായിലേക്ക് പോവാം. എനിക്ക് ആരുടെ ഇഷ്ടക്കേട് വാങ്ങണമെന്നില്ല. ഇഷ്ടക്കേടോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഭാനു എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചെയ്ത തെറ്റുകൾ താൻ പൊറുത്തു എന്നല്ല ഞാൻ കണക്കാക്കേണ്ടത്. അതിലെനിക്ക് സന്തോഷമാണുള്ളത്. പക്ഷേ പിന്നിട്ട കാലത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുകയാണ്. അപ്പോ എന്നെ കാണാൻ വരിക, സ്നേഹമോ കാരുണ്യമോ ഒരു നോട്ടത്തിലൂടെയെങ്കിലും എനിക്ക് തരിക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വര കോപം ഉണ്ടാവും. താൻ വെറുതെ പാവം വലിച്ച് തലേ കയറ്റണ്ട. ഞാൻ അറിഞ്ഞിരുന്നത് ഇയാളിന് ബലമുള്ളൊരു ശരീരം മാത്രമല്ല, അതിൽ ഉറപ്പുള്ളൊരു മനസ്സും ഉണ്ടെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നു, പാതി ചത്തു എന്ന് പറയുന്ന ശരീരത്തിനുള്ളിൽ മുഴുവൻ ചത്ത ഒരു മനസ്സാണുള്ളതെന്ന്. അതിനനുവദിക്കരുത്. മനസ്സിന്റെ ധൈര്യം വീണ്ടെടുത്താൽ പിന്നെ നടക്കാൻ കാലുകൾ വേണ്ട. ക്ഷമിക്കണം, ഞാൻ ഉപദേശിക്കുകയല്ല. അതിനും മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഭാനുമതി. എനിക്ക് തിരിച്ചും ഈ ഭാര്യര് എവിടെ പോയി കിടക്ക? ഭാനുവിന് ഇന്ന് ശരിക്കും വഴക്ക് കേൾക്കും. ഏയ്, കറണ്ടും വന്നില്ലല്ലോ. എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം. മുഖം കാണാതെ സംസാരിച്ചിരിക്ക, അതാ നല്ലതെന്ന് തോന്നാ. ഭാര്യരായിരിക്കും. ഭാര്യമാനല്ല. പിന്നെ ആരാ അവിടെ? ആ വന്നു അല്ലേ തെമ്മാടി? ഇങ്ങോട്ട് കയറി വരിക. തന്നെ ഒന്ന് കാണട്ടെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രമുണ്ട്. അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നു പോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ. പെരിങ്ങോടാ, തനിക്ക് തരാൻ, തന്നോട് പറയാൻ എന്റെ ഒന്നുമില്ലടോ നീലകണ്ഠ. നാവാമുകുന്ദന് കൊടുത്തതിന്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട്. അതിന്നാ സ്വീകരിക്കുക. കഷ്ടകാലം വന്നപ്പോ ഞങ്ങളിട്ട് ഓടിപ്പോയിന്ന് കരുതല്ലേ? ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല.
പറഞ്ഞതുമില്ലല്ലോ. അതെ, ഈ 4 എണ്ണത്തിനോടും എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ചെവിയിൽ ഓരോന്ന് ഓതി കൊടുത്തത് കേട്ട് ചാടി ഇറങ്ങിയതിന്റെ ഫല ഇപ്പൊ അനുഭവിക്കണേ. ഇനി ഇയാളുടെ ജീവനെടുക്കണോ? അതിനാണോ ഇപ്പൊ തിരിച്ചു വന്നിരിക്കണേ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവരല്ല വാരരെ ഞങ്ങള്. ആണോ? എന്നാ ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോവാ. അങ്ങനെ ഒരു നന്ദി കാട്ടുക ഇപ്പൊ വേണ്ടത്. നീലം വീണപ്പോ നമ്മൾ കാവല് വേണമായിരുന്നു. തെറ്റന്നെ നമ്മൾ കാണിച്ചത്. എന്ത് ചെയ്യാനാ, ശേഖരന് പെരട്ടി ബല. എന്നാൽ എത്ര നാളാ ഇരുട്ടിന്റെ മറവറ്റി കഴിയാൻ? തിരിച്ചു കൊടുക്കാൻ കഴിയും പോലെ കൊടുക്കണം, എന്നാലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ. വിടരുത്, ഈ നായ വിടരുത്. ഒരു കാറ് കത്തിയ അതെനിക്ക് പുല്ല. പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയൊന്നാ. ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെയല്ല. എനിക്കൊരു പടയിലും താല്പര്യവുമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലേണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. മുണ്ടക്കൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല. നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തളർന്നുപോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ മുണ്ടക്കിലെ വാതിലും ചവിട്ടി തുറന്ന്. പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട. ചേര, നീ പോ. അങ്ങനെ മുണ്ടക്കലെ കൊടി കയറി. കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവം ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. ഒന്ന് നിന്നേ, നിക്കാൻ നേരമില്ല വൈതലേ. ഉത്സവം എത്തിയില്ലേ, എല്ലാത്തിനും കിടന്നോടെ ഞാൻ ഒരാൾ വേണ്ടേ? ഇല്ലാത്ത സഭയുണ്ടാക്കി അച്യുതം വന്നിരിക്കണതേ കാര്യങ്ങൾ ഉറപ്പിച്ച് ഒരു തീയതി നിശ്ചയിക്കാനാ. എന്താ നീ പറയണത്? ഞങ്ങൾ തമ്മിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നു മാത്രം അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ല. തല വെട്ടെന്ന് പറഞ്ഞാലും ഭാനു ഇതിന് സമ്മതിക്കില്ല എന്ന്. അതിന് അച്യുതേട്ടൻ അച്ഛനെ കുറ്റം പറയണ്ട. തെറ്റ് അച്ഛന്റെ അല്ല. ഭാനു, വിവരക്കേട് പറയരുത്. അച്ഛൻ നടക്കുന്നു കരുതിയതും വാക്ക് കൊടുത്തതും അതിലും വലിയ വിവരക്കേടല്ലേ? എടി അഹങ്കാരി, ആലോചിച്ച് സംസാരിക്കണം. നല്ലോണം ആലോചിച്ചിട്ടുണ്ട് എല്ലാം. അതെ അച്ഛാ, എല്ലാം. എന്താ ഇപ്പൊ ഇവിടെ ഇറങ്ങണം ഈ നിമിഷം? അതും അറിയായിരുന്നു. ഒരു പെട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് കുറച്ചു ദിവസമായി. എന്നാ അതെടുത്തോ, എന്നിട്ട് എവിടെ വെച്ചപ്പോ തോന്നുകൂടെ ജീവിച്ചോ. അച്ഛാ, അച്ഛൻ എന്തായി പറയണത്? കുട്ടി മിണ്ടരുത്. വേണ്ട അപ്പൊ അമ്മേ, അവൾക്ക് ഇഷ്ടമില്ല അച്ഛാ. പിന്നെ നിർബന്ധിച്ചിട്ട് എന്താ? ഇറക്കി വിടൊന്നും വേണ്ട. അച്യുതാ, ഞാനത്ര ഉളുപ്പ് കെട്ടവനൊന്നും അല്ല. നിന്റെ ചോറ ഞാൻ ഇവറ്റകൾ ഇവിടെ ഇപ്പൊ തിന്നുന്നേ. കൂട്ടത്തോടെ ഇറങ്ങാൻ നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ തയ്യാറാ, സന്തോഷത്തോടെ. അയ്യോ, അപ്പൊ അമ്മ എന്താ പറയുന്നേ? എന്നാ ഞാനും അവളും കൂടി ഇവിടെ പാടില്ല. പുകഞ്ഞു കൊള്ളി പുറത്ത്. വേറെ വഴിയില്ല മോളെ, നീ ഒന്നും പറയരുത്.
അപ്പോ അത്രത്തോളായി അല്ലേ? ഇറങ്ങിപ്പോകാൻ അച്ഛൻ തന്നെ പറഞ്ഞു. ആ ഒരു സന്തോഷമുണ്ട്. സ്വന്തം തീരുമാനത്തിൽ ഇറങ്ങിയതല്ല എന്ന് പറയാലോ. സത്യം അതല്ലെങ്കിലും. വരേ, ആ പെട്ടിയും എടുത്തോളൂ. ഇവിടെ ആർക്കും വേണ്ടാത്ത രണ്ട് അനാഥ ആത്മാക്കളുടെ കൂടെ കഴിയാം. വാ കുട്ടി. അകത്ത് ഒരുപാട് മുറികളുണ്ട്. ഇനി അടുക്കളയുടെയും കലവറയുടെയും താക്കോല് ഞാൻ അങ്ങ് തരും. എന്നിട്ട് താനങ്ങടാ കാശിക്കോ? അത് മനസ്സിൽ വെച്ചോളൂ. ഇനിയുള്ള കാലം ബാനുവിന്റെ കൈകൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് ഞാനൊന്ന് സുഖമായിട്ട് കഴിയാൻ പോവാ. അപ്പോ ഇയാൾ ഇവിടെ അടുക്കളപ്പണിക്ക് വന്നതെന്നാ തന്റെ വിചാരം? മംഗലശ്ശേരിക്ക് അപ്പുറത്ത് വിശാലമായ ഒരു ലോകം ഭാനുവിനെ കാത്തിരിപ്പുണ്ട്. യാത്ര തുടങ്ങാനാ ഭാനു ഇങ്ങോട്ട് വന്നത്. ചെല്ലു, ഇയാൾ ഇങ്ങനെ പല വിഡ്ഢിതരങ്ങളും പറയും. വാര്യരെ അങ്ങനെ പൊട്ടനാക്കല്ലേ. ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാനേ കുറച്ചോണം കൂടുതലുണ്ടതാ. ഡിങ്ക ഡിങ്ക. കൂടുതൽ ഉണ്ണുന്നതാണ് ബുദ്ധിയുടെ മാനദണ്ഡം എന്ന് വെച്ചാ തനിക്ക് കുറച്ചൊന്നും അല്ല, കൂടുതൽ എന്നാ ബുദ്ധി. ഡിങ്കി ഡിങ്ക. മോളെ. ബാനുജി, ഇന്ന് രാവിലെ എന്റെ കല്യാണമായിരുന്നു. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി അച്ഛനോട്. ചേച്ചി വന്നൊന്ന് കാണാൻ കൂടെ സമ്മതിച്ചില്ല. ചേച്ചി ആഗ്രഹിച്ച അച്യുതേട്ടൻ എന്തൊരു വെട്ടിയാ. മൂപ്പർക്ക് എന്തുകൊണ്ടും ചേരുക ഞാനാന്ന് ഓർക്കണ്ടായിരുന്നു. മോളെ, അച്ഛന് സമാധാനായി. ഇനിയൊരു കുടിയൊഴിപ്പിക്കൽ ഉണ്ടാവില്ലല്ലോ. പോരെങ്കിൽ ഇപ്പോ മരുവിന്റെ വീടും സ്വത്തും നോക്കി നടത്തുന്ന എന്റെ അന്തസ്സും. നിനക്കിഷ്ടമല്ലാതെ ഇഷ്ടം ഇഷ്ടക്കേടും എന്നെ പോലൊരു പെണ്ണിന് അങ്ങനെയൊക്കെ ഉണ്ടോ? കിട്ടിയത് മഹാഭാഗ്യം എന്ന് കരുതല്ലാണ്ട്. ഭാരതി ചേച്ചി വിളിക്കണം. മോളെ, എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാവുമ്പോ എന്നെ അറിയിക്കാൻ മറക്കരുതേ ചേച്ചി. അവൾക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കൂ. എന്റെ അനിയത്തി. അരുത്, കരയരുത്. ചെല്ലു, ഒരുക്കങ്ങളെല്ലാം തീർക്കണ്ടേ? മനസ്സിലിനി ഇന്നത്തെ യാത്ര മാത്രം, അതേ പാടുള്ളൂ. എനിക്ക് അച്ഛനെ ചെന്നൊന്ന് കാണണം. ശാപം ഏൽക്കാതിരിക്കാൻ ആ കാലി തൊട്ടൊന്ന് നമസ്കരിക്കണം. കാണുന്നതേ ചതുർത്ഥിയായിരിക്കും എന്നറിയാം. എന്നാലും എന്നാ വേഗം വേണം, സമയമില്ല. എനിക്കിത്തിരി ധൃതി കൂടുതലുണ്ടല്ലേ, ഒരു എക്സൈറ്റ്മെന്റ്. ചെല്ലേ. ഞാൻ പറയായിരുന്നേ, ഒരു കണക്കിന് ഈ അന്നദാനം നന്നായത്. ഒരു വിവാഹ സദ്യ എന്നൊക്കെ പറയുമ്പോ എന്താ ചെലവ്? പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നല്ലോ. ആരെയും വിളിക്കാനും പറയാനും ഒന്നും പറ്റിയില്ല. പിന്നെ നോക്കിയപ്പോഴേ എനിക്ക് എന്റെ അനിയത്തിയുടെ കല്യാണം കാണാൻ പറ്റിയില്ല. അതിന്റെ പേര് കിട്ടുന്ന ഒരു പിടി ചോറ്, അത് ഞാൻ തിന്നോട്ടെ അച്ഛ. അച്ഛന് വെറുപ്പാണെന്നറിയാം. യാത്ര പറയാനും അനുഗ്രഹം വാങ്ങാനുമാണ് ഞാൻ വന്നത്. ഞാനിന്ന് പോവാണ്. അച്ഛൻ മറന്നു കഴിഞ്ഞ ആ പഴയ സ്വപ്നം ശപിക്കരുത് അച്ഛ. അച്ഛന്റെ ഭാനു തെറ്റൊന്നും ചെയ്തിട്ടില്ല. അച്ഛനൊന്നും മറന്നതല്ല മോളെ. വിധി അച്ഛനെയും മോളെയൊക്കെ മാറ്റിയതാ. ശപിക്കാൻ അച്ഛന് കഴിയുമെന്ന് തോന്നണുണ്ടോ കുട്ടിക്ക്? എന്തൊക്കെയോ മറന്ന പോലെയുണ്ട്.
എടിപിടി എന്നുള്ള യാത്രയായി പോയില്ലേ? എന്ത് മറക്കാൻ? എല്ലാം മറക്കാനല്ലേ ഈ യാത്ര. ഭാനുവിനെ കാണുന്നില്ലല്ലോ. എന്താ ഭാരത ഈ ഭാനു കാണിച്ചത്? വണ്ടി മിസ്സാവുമല്ലോ. എന്റെ ഈശ്വര, ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? നീല, നീ വന്നു അല്ലേ? ശേഖര, ഭാനുമതി അവളെ ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യാൻ? അത്തരത്തിലൊരു ഊച്ചാളി അല്ലടാ ശേഖരൻ. നിന്നെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് അങ്ങനെ ഒരു വഴി നോക്കേണ്ടി വന്നു. അത്രേ ഉള്ളൂ. അവൾ എവിടെ? ധൃതി വെക്കാതെ അവൾ ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം നീ അലങ്കോലമാക്കിയ ഉത്സവം, അന്ന് നാലുപാടും വിരണ്ടോടിയ അതേ നാട്ടുകാർ. ഇക്കുറി നിന്നെ എനിക്ക് ഇവിടെ കിട്ടണമായിരുന്നു. എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. ശേഖര, ഞാൻ എന്തും തരാൻ തയ്യാറാണ്. നീ എനിക്ക് ഒന്നും തരണ്ട. ഞാൻ തരുന്നത് നീ വാങ്ങിച്ചാ മതി. ഈ പുരുഷാരം നോക്കി നിൽക്കേ ഞാൻ നിന്നെ തല്ലാൻ പോവുക. പട്ടിയെ തല്ലും പോലെ. തിരിച്ച് നീ കൈ പൊക്കരുത്. പൊക്കിയാൽ വെടിമരുന്ന് പോലെ കത്തും. അവളുടെ കരച്ചില് പോലും പിന്നെ നീ കേൾക്കില്ല. നീലകണ്ഠനെ ശേഖരൻ ജയിക്കുന്നതിന് ഈ ആളുകൾ മുഴുവൻ സാക്ഷിയാവണം. എന്നാലേ എന്റെ കലി തീരൂ.
നീല ശര, എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ ഇനി നിന്റെ കൈകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാനിത് എടുക്കുക.